ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ചെയ്ത് കാണിക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട ഗ്രേവിയുടെ റെസിപ്പിയാണ്. ഒരുപാട് ഗരം മസാലയൊന്നും ചേർക്കാതെ നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കുന്ന മുട്ട ഗ്രേവി ചോറിനും ചപ്പാത്തിക്കും പൂരിക്കും എല്ലാത്തിനും പറ്റിയ ഒരു റെസിപ്പിയാണ്. എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരല്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരല്പം കാശ്മീരി മുളക് പൊടിയുടെ ചേർത്തിട്ടുണ്ട്. ഒരു 5 മുട്ട ബോയിൽ ചെയ്താണ്. മുട്ടയെല്ലാം ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് എണ്ണയ്ക്കകത്തോട്ട് ഇട്ടിട്ട് ഒരു 1-2 മിനിറ്റ് നേരത്തേനൊന്ന് വഴറ്റിയെടുക്കണേ. ഇത് ചെയ്യണമെന്ന് നിർബന്ധമില്ല. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു സ്റ്റെപ്പ് ചെയ്താൽ മതി. തീ കുറച്ചിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട്. വീണ്ടും കടായിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരല്പം പെരുംജീരകം ചേർക്കുക. വലിയ ജീരകം ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് പൊട്ടാൻ തുടങ്ങുമ്പോഴത്തേന് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം. ഇതിന് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാടൊന്നും ബ്രൗൺ ആക്കേണ്ട ആവശ്യമില്ല. ആ വെള്ളമയമൊക്കെ ഒന്ന് പറ്റിയിട്ട് ഇങ്ങനെ പിരിഞ്ഞ് വരില്ലേ, ആ ഒരു പരുവത്തിലെടുത്താൽ മതി. അതായിട്ടുണ്ട്. ഇനി കുറച്ചേറെയായിട്ട് സവാള, അതായത് 1 കപ്പോളം ചേർക്കുന്നുണ്ട്. ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് ചേർക്കുക. കൂടെ തന്നെ കുറച്ച് ഉപ്പൂടെ ചേർത്തുകൊണ്ട് നല്ലവണ്ണം വഴറ്റിയെടുക്കണം. ഉപ്പ് ചേർക്കുമ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടും. നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കേണ്ട ആവശ്യമില്ല. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടുകൊണ്ട് മൂടി വെച്ചാൽ മതി. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഒന്ന് തുറന്നിട്ട് ഇളക്കി വീണ്ടും അടച്ചു വെച്ചാൽ മതി. പെട്ടെന്ന് വഴന്ന് കിട്ടും. സവാള നന്നായിട്ട് വഴന്ന് കിട്ടണം. ഒട്ടും ബ്രൗൺ ആകരുത്. ബ്രൗൺ ആവുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ഒരു പരുവുണ്ടല്ലോ, അതുവരെ വഴറ്റിയെടുക്കണം. സവാളയൊക്കെ ഒന്ന് ചുരുങ്ങി വന്നിട്ടുണ്ട്. സൈഡിലൊക്കെ എണ്ണയൊക്കെ നല്ലവണ്ണം ഒന്ന് വിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് വേണം പൊടി ചേർക്കാനായിട്ട്. ഒരു 1.5 സ്പൂണോളം മല്ലിപ്പൊടി ചേർക്കണം. ഇനി ഒരു 1/2 സ്പൂണിനടുത്തായിട്ട് മുളക് പൊടി ചേർക്കണം. ഇതങ്ങ് ഒരുപാട് ചുവന്ന കളറിലെ ഗ്രേവിയല്ല. മുളക് പൊടി വളരെ കുറച്ചാണ് ചേർക്കുന്നത്. ഇത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. ആ പൊടിയുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കിട്ടണം. ഇത് നല്ലവണ്ണം മിക്സായിട്ട് മസാലയൊക്കെ ഒന്ന് ഉരുണ്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. എണ്ണയൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇതുവരെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട്. ഇനി ഇതിൽ ചേർക്കേണ്ടത് തൈരാണ്. 1/2 കപ്പോളം തൈര് ചേർക്കുക. ഇതും ചേർത്ത് വീണ്ടും ഒന്നുകൂടെ വഴറ്റിയെടുക്കണം. ആ തൈരിൻ്റെ നനവൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇതുപോലെ മസാലയൊക്കെ ഇങ്ങനെ സ്ലിപ്പായിട്ട് ഇങ്ങനെ വരുന്നില്ലേ, എണ്ണയൊക്കെ സൈഡിലൊന്ന് തെളിയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ ഇതും വഴറ്റിയെടുക്കണം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ആ ഗ്രേവിക്ക് നല്ല ടേസ്റ്റും, അതുപോലെ ഗ്രേവി വറ്റി വരുമ്പോഴത്തേന് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു കിട്ടും. ഇതും വഴന്നിട്ടുണ്ട്. ഇനി ഇതിലൊരു അരപ്പ് ചേർക്കാനുണ്ട്. അരപ്പിന് വേണ്ടി മിക്സിയുടെ ജാറിനകത്ത് ഒരു 1/2 കപ്പോളം തേങ്ങ ചേർക്കുക. ഈ ഒരളവിന് ഒരു 5-6 കാഷ്നട്ട് ചേർത്താൽ മതി. ഇനി ഒരു 1/4 സ്പൂണോളം പെരുംജീരകം കൂടെ ചേർക്കുക. ഇത്രയും കസ്കസ് കൂടെ ചേർക്കുക, അതായത് പോപ്പി സീഡ് കൂടെ ചേർക്കുക. കുറച്ച് മല്ലിയിലയും ചേർത്തിട്ടുണ്ട്. ഒരല്പം വെള്ളം ചേർത്ത് നല്ലവണ്ണം അരച്ചെടുക്കണം. ഇത് തിക്ക് ഗ്രേവി ആയത് കാരണം നല്ലവണ്ണം മസാല അരച്ചെടുക്കണം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ സവാള മസാലയ്ക്കകത്തോട്ട് ഇതുകൂടെ ചേർക്കുക. അത് മൊത്തം ഒഴിച്ചിട്ടുണ്ട്. ഇനി വീണ്ടും ഇതും ഒന്ന് വഴറ്റിയെടുക്കണം. ആ തേങ്ങയുടെ പച്ച ടേസ്റ്റും ഒക്കെ ഒന്ന് മാറിക്കിട്ടണം. ആ വെള്ളമൊക്കെ കുറച്ച് വറ്റണം. ഇതും പെട്ടെന്ന് വഴന്ന് കിട്ടും. അതുകൊണ്ടാണ് ഒരുപാട് വെള്ളം ചേർക്കരുതെന്ന് പറഞ്ഞത്. ഇനി ഗ്രേവിക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പൂടെ ചേർത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് വറ്റാൻ തുടങ്ങുമ്പോഴത്തേന് കളറൊക്കെ കുറച്ചുകൂടെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇതുപോലെ എണ്ണ സൈഡിൽ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് പൊടിയാനായിട്ട് തുടങ്ങും. അതുപോലെ തന്നെ വീണ്ടും ഇത് കണ്ട സൈഡിൽ പിടിക്കാതെ തെന്നി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ നല്ലവണ്ണം എണ്ണയൊക്കെ ഇങ്ങനെ സൈഡിൽ വരാൻ തുടങ്ങുമ്പോൾ വേണം വെള്ളം ഒഴിക്കാനായിട്ട്. ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ചേർക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പൊക്കെ കറക്റ്റ് പരുവത്തിനുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. വെള്ളം ഒഴിച്ചതിന് ശേഷം ഏകദേശം 15 മിനിറ്റിനുള്ളിൽ ഗ്രേവി തിക്കാവും. നല്ലവണ്ണം എണ്ണയൊക്കെ തെളിയും. അതുകൊണ്ട് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യവുമില്ല. ഇനി ഇതിൽ തക്കാളി ചേർക്കണം. 1 തക്കാളി ചേർത്തിട്ടുണ്ട്. കനം കുറഞ്ഞ് അരിഞ്ഞ് ചേർക്കുക. അതുപോലെ തന്നെ 3-4 പച്ചമുളക് കൂടെ ചേർക്കുക.
എരിവിനായിട്ട് പച്ചമുളക് ആണ് ചേർക്കുന്നത്. നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് എരിവിൻ്റെ അനുസരിച്ച് 3, 4, 5 ഒക്കെ ചേർക്കുക. ഇനി ഇത് തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ വേണം മുട്ട ഓരോന്നായിട്ട് പെറുക്കിയിടുക. മുട്ടയെല്ലാം ചേർത്തതിന് ശേഷം ഞാനിത് ഇളക്കുന്നൊന്നുമില്ല. അതുകൊണ്ട് പരന്ന പാത്രത്തിൽ ചെയ്യുമ്പോഴായിരിക്കും കാണാനും ഒരു ഭംഗി, പെട്ടെന്ന് ഗ്രേവി വറ്റുകയും ചെയ്യും. ഒരു പച്ചമുളക് കൂടെ ഒന്ന് കീറിയിട്ടിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയിലൂടെ ചേർക്കുക. മല്ലിയില നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ഗ്രേവിക്ക്. ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിലോട്ടിട്ട് ഒരു 6-7 മിനിറ്റ് നേരത്തിന് മൂടി വയ്ക്കുക. എണ്ണയൊന്ന് തെളിയാൻ തുടങ്ങുമ്പോൾ തൊട്ട് ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക. കാരണം വറ്റും തോറും ഇത് അടിക്ക് പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ലാസ്റ്റ് 10 മിനിറ്റ് നേരത്തേന് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കുക്ക് ചെയ്യുക. എണ്ണ നല്ലവണ്ണം തെളിഞ്ഞ് വരും. അതുപോലെ തന്നെ തക്കാളി വെന്ത് കുഴഞ്ഞു പോകാതെ ഇങ്ങനൊന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതിയേ. നല്ലവണ്ണം എണ്ണ തെളിഞ്ഞതിന് ശേഷം വേണം കസൂരി മേത്തി ചേർക്കാനായിട്ട്. നല്ലൊരു ഫ്ലേവറാണ്, ഉണ്ടെങ്കിൽ ചേർക്കുക. കസൂരി മേത്തി ചേർത്തതിന് ശേഷം വീണ്ടും 2-3 മിനിറ്റ് നേരത്തേന് ആ ഫ്ലേവർ ഒന്ന് മിക്സ് ആകാൻ വേണ്ടി ഒന്ന് മൂടി വയ്ക്കുക ലോ ഫ്ലെയിമിൽ തന്നെ. ആ മുട്ടയുടെ മുകളിലുള്ള എണ്ണയും അതെല്ലാം കൂടെ ചേരുമ്പോൾ നല്ലൊരു ചുമന്ന ഒരു ലെയറായിട്ട് എണ്ണയൊക്കെ നല്ലവണ്ണം തെളിഞ്ഞിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ടും വറ്റിയിട്ടുമുണ്ട്. ഇനി ആറിയതിന് ശേഷം കുറച്ചുകൂടെ ഒന്ന് തിക്കാകുകയും ചെയ്യും. അത് കണക്കാക്കിക്കൊണ്ട് ഓഫ് ചെയ്യണം. ഈ കറി നല്ലവണ്ണം തണുത്തതിന് ശേഷം ആ ഗ്രേവിക്കൊക്കെ ഒന്നുകൂടി ടേസ്റ്റ് ആകും. കാഷ്യൂനട്ടൊക്കെ ചേർക്കുന്നത് കാരണം നല്ലൊരു ക്രീമി ടേസ്റ്റും ഒക്കെ കിട്ടും. അടിപൊളി ടേസ്റ്റുള്ളൊരു മുട്ട ഗ്രേവി റെസിപ്പിയാണ്. ചപ്പാത്തിക്കും ചോറിനും ബ്രെഡിനും പൂരിക്കും എന്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു മുട്ട ഗ്രേവി റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറന്നുപോലെ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിലെ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ആക്കിയിടാനും കൂടി മറക്കല്ലേ. ഇതുവരെ തന്ന സപ്പോർട്ടിനെല്ലാം ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.